വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. രാവിലെ ചെറിയമല ജംഗ്ഷനിൽ ഇറങ്ങിയ കാട്ടാന കുറുവ ദ്വീപ് ജീവനക്കാരനെ ആക്രമിച്ചു. ഞാൻ ഈ വാർത്ത നേരത്തെ പറഞ്ഞതാണ്. പാക്കം സ്വദേശി പോളിനെയാണ് ആക്രമിച്ചത്. ഇയാളെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. സുർജിത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വിവരങ്ങൾ പറയൂ. SKN ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ പോൾ എന്ന് പറയുന്ന പാക്കം സ്വദേശിയായ ആൾ കുറുവ ദ്വീപിലെ VSS വനസംരക്ഷണ സമിതിയുടെ ജീവനക്കാരനാണ്. ഇപ്പോൾ ഈ ആനപ്രശ്നം കാരണം കുറുവ ദ്വീപ് ടൂറിസം കേന്ദ്രമാണ്, അത് അടച്ചിട്ടിരിക്കുകയാണ്. ആ മേഖലയിൽ നിന്നാണ് ആനയും കരടിയും ഒക്കെ പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും അത് ഏതാനും ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. ചെറിയമല ജംഗ്ഷനിൽ ഈ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഈ പോൾ. ഇതിനിടയിലാണ് കാട്ടാന എത്തിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ഇതിനിടയിൽ ചവിട്ടി വീഴ്ത്തി എന്നാണ് പറയുന്നത്. പരിക്ക് ഗുരുതരമല്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ശ്വാസതടസ്സം ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ചികിത്സ നൽകുന്നുണ്ട്. കുറുവ മേഖല കേന്ദ്രീകരിച്ച് ഈ വന്യജീവികൾ തുടർച്ചയായി ഇറങ്ങി വരുന്ന ഒരു വിഷയമുണ്ട്. സ്വാഭാവികമായും ആ മേഖലയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു കാട്ടാന പ്രശ്നം നിഴലിക്കുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ മറ്റ് മേഖലയിലും കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് വയനാട്ടിൽ. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.